അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം നല്ല അടിപൊളി പാസ്ത ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ നോർമൽ പാസ്ത അല്ല ഞാൻ ഉണ്ടാക്കുന്നത്. ഇന്ന് നല്ല ക്രീമി പാസ്ത അല്ലെങ്കിൽ വൈറ്റ് സോസ് പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പാസ്തയുടെ ഒരു ചരിത്രം ഉണ്ട്, അറിയാമോ നിങ്ങൾക്ക്? പാസ്ത എന്ന് പറയുന്നത് നൂഡിൽസിന്റെ വർഗ്ഗത്തിൽപ്പെട്ടത് തന്നെയാണ്, നൂഡിൽസിന്റെ ഒരു കാറ്റഗറിയിൽപ്പെട്ടതാണ്. അപ്പോൾ അതിന്റെ ഒറിജിൻ വന്നിരിക്കുന്നത് നമ്മുടെ ഇറ്റലിയിൽ നിന്നാണ്. പാസ്തയിലെ നൂഡിൽസിന്റെ വർഗ്ഗത്തിലാണ് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. 4000 വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിലാണ്, പുരാതന ചൈനയിലാണ് നൂഡിൽസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വകഭേദമായിട്ട് ചൈനയിൽ നിന്ന് സ്പ്രെഡായിരിക്കുന്നതാണ് ഈ പറഞ്ഞ പാസ്തയും കാര്യങ്ങളെല്ലാം. അങ്ങനെ ഇറ്റലിയിൽ പോയി അവിടെ അത് പാസ്തയായി. അവിടെ ഒരുപാട് തരത്തിലുള്ള പാസ്തകൾ ഉണ്ടാക്കുന്നുണ്ട്. ആ പാസ്ത ലോകമെമ്പാടും ഇറ്റലിയിൽ നിന്നാണ് പ്രചരിച്ചിരിക്കുന്നത്. അങ്ങനെ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽപ്പെട്ട തന്നെ ഒരു വൈറ്റ് സോസ് പാസ്ത അല്ലെങ്കിൽ ക്രീമി പാസ്ത. ഓക്കെ, നമുക്കപ്പോൾ പാസ്ത ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. അപ്പോൾ ക്രീമി പാസ്ത ഉണ്ടാക്കുവാനായിട്ട് ആദ്യം എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഉണ്ട്, അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ചേർക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. ബട്ടർ നല്ലപോലെ ഉരുകിയിട്ടുണ്ട്. ഞാനപ്പോൾ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 സ്പൂൺ മൈദയാണ്. ഒരു ടേബിൾ സ്പൂണോളം മൈദ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക്. ഇനി നമുക്കതിനെ നല്ലപോലെ ഒന്ന് അതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം, വറുത്തെടുക്കാം, ഫ്രൈ ചെയ്ത് കട്ട കെട്ടാതെ അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മൈദ നല്ലപോലെ ഇതായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് പാലാണ്. നല്ല തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക്. നമുക്കിത് വേണ്ടത് ഒരു ക്രീം പരുവത്തിലാണ്. അപ്പോൾ അത്രയൊന്ന് കുറുക്കിയെടുക്കുക, കട്ട കെട്ടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക, ഇല്ലെങ്കിൽ കട്ട കെട്ടി പോവില്ലെങ്കിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും വേണമെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ചുകൂടെ പാൽ ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് പിന്നീട്. ഇപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഒരു 1/2 സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് ഞാനൊരു ശകലവും കൂടെ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി ഉപ്പ് കൂടുതലാണ്, അതുകൊണ്ട് കുറച്ചുകൂടെ ലൂസായിട്ട് വേണം എനിക്കത്. അല്ലെങ്കിൽ നമ്മളെടുത്ത് വെച്ച് കഴിയുമ്പോഴേ കട്ടിയായി പോകും. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുത്തിരുന്നത്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഉണക്കമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ, കുറച്ച്. ഞാനിപ്പോൾ ഇതിൽ ഒന്നും ചേർക്കുന്നൊന്നുമില്ല, അങ്ങനെ മുളക് പൊടിയും കാര്യങ്ങളൊന്നും അങ്ങനെ ഇടുന്നില്ല ഒരുപാട്. അവർക്ക് ഇത് ഒരുപാട് എരിവുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട്. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനിവിടെ മാറ്റി വെക്കുകയാണ്. അപ്പോൾ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വീണ്ടും ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് ആണിത്. ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, ഉള്ളി, സവാളയാണിത്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കുവാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബട്ടർ നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇതിട്ട് കൊടുക്കാം. ബട്ടർ ഉരുകിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ബട്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് എണ്ണ ഉപയോഗിക്കുക കേട്ടോ. ഈ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക്. ഈ ബട്ടറിൽ കിടന്നിട്ട് വൈറ്റ് സോസ് പാസ്തയൊക്കെ വേകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിന് വരുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ബട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളത് കഴിക്കാനായിട്ട്. ആ വെജിറ്റബിൾ വേകുവാനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വഴി പറഞ്ഞതായിരുന്നു, വെജിറ്റബിൾസിൽ ഒരുപാട് മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ഈ പറയുന്ന പാസ്തയ്ക്കും നൂഡിൽസിനുമെല്ലാം ഒരുപാട് വെജിറ്റബിൾ മുരിച്ചെടുക്കരുത്, ഒരു വേവ് വരണം, അത്രേ ഉള്ളൂ. 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുളക് പൊടി വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഇനി വേറെ മസാല ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത്
വിനെഗറാണ്. 1 സ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. 1 ടീസ്പൂൺ വിനെഗർ. ഇത് വിനെഗർ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഇത് ടേസ്റ്റിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതെല്ലാം ഈ പറയുന്ന വിനെഗർ, പിന്നെ സോസുകളെല്ലാം ടേസ്റ്റ് ഒന്ന് കൂട്ടുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. ഇതൊന്നും വൈറ്റ് സോസ് പാസ്തയ്ക്ക് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് സോയാ സോസ് ഇപ്പൊ ചേർത്ത് ചില്ലി സോസ് ആണ് ഞാൻ ചേർത്തത്. സോയാ സോസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ കുറച്ച് മതി. ഇതെല്ലാം വളരെ കുറച്ചേ ഞാൻ ചേർക്കുന്നുള്ളൂ. തീ കൂട്ടി വെക്കുക, നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. കൂട്ടുകാർ, അടുത്ത സ്റ്റെപ്പ് ഇതേ ഞാൻ പാസ്ത ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാം ഒരുമിച്ച് തന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പാസ്ത എപ്പോഴും വേവിച്ചതിന് ശേഷം തണുത്ത വെള്ളം ഒഴിച്ച് തണുപ്പിച്ചെടുക്കുക കേട്ടോ. തണുത്ത വെള്ളത്തിലിട്ട് തണുപ്പിച്ചെടുക്കുക. ഇങ്ങനെയുള്ള ഒരു ഹോളുള്ളൊരു പാത്രം എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അടിയിലെ വെള്ളം അതിൽ നിൽക്കാതെ അങ്ങ് ഊറിപ്പോയിക്കോളും താഴത്തൂടെ. ഇതിന് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഇടാം കേട്ടോ. ഞാനിപ്പോൾ പാസ്തയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് വേവിച്ചപ്പോൾ. പിന്നെ വെജിറ്റബിൾസ് ഉപ്പ് ചേർത്ത്, വൈറ്റ് സോസ് ഉണ്ടാക്കിയപ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പ് മാത്രം നമുക്ക് നോക്കിയിട്ട് ഇട്ടാൽ മതി ഉപ്പ്. ഇതാണ് ഇന്ന് രാവിലത്തെ എൻ്റെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ്. അത്യാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് നല്ലപോലെ തന്നെ. നല്ലൊരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് 4 പേർക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റാണിത്. പാസ്ത നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ചിരിക്കുന്ന വൈറ്റ് സോസാണ്. അപ്പോൾ വൈറ്റ് സോസ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് ഇത് ക്രീമി ആയിട്ടിരിക്കാൻ വേണ്ടി കുറച്ച് പാലുകൂടെ ഇനിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ചില്ലി ഫ്ലെക്സ് വേണമെന്നുള്ളവർക്ക് ഇതിന് മേലെപ്പൊടി ഒന്ന് തൂവി കൊടുക്കാവുന്നതാണ്. ഇല്ല ഒരു ഇച്ചിരി ടേസ്റ്റ് വേണമെന്നുള്ളവർ വേണമെങ്കിൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കാൻ കുറച്ച്. നല്ല ഫ്രഷ് ക്രീമാണ് അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക്. ഒന്ന് കട്ട് ചെയ്തൊക്കെ മേലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ ഒരു പാക്കറ്റ്, ഇതൊരു 250 ml പാക്കറ്റാണ്. ഇത് മൊത്തത്തിൽ ഞാൻ ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക്. നല്ല ഫ്രഷ് ക്രീം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വൈറ്റ് സോസ് തന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് അതിടുകയാണെങ്കിൽ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ ടേസ്റ്റാണ്. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇറക്കി യോജിപ്പിച്ചെടുക്കുക. ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക്. ആവശ്യാനുസരണമുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. അതോടൊപ്പം തന്നെ ഞാൻ കുറച്ചുകൂടി പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ഒരു ക്രീമി ആയിട്ട് വരാൻ വേണ്ടിയാണ് കുറച്ച് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണ് 2 മാഗി മസാല പൗഡർ. ഇത് നല്ല ടേസ്റ്റ് കിട്ടാനുള്ള നല്ലൊരു ഫ്ലേവർ കിട്ടും മാഗി മസാല പൗഡർ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക്. ക്രീമി പാസ്ത റെഡി ആയിട്ടുണ്ട്. വൈറ്റ് സോസ് പാസ്ത അല്ലെങ്കിൽ ക്രീമി പാസ്ത നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നിങ്ങൾക്ക് നൈറ്റ് ഡിന്നറായിട്ടോ എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു വിഭവം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോകൾക്ക് ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.